ട്രേഡേഴ്സ് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോസിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. പ്രോബബ്ലി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത്, റൈറ്റ്? ബിക്കോസ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ലോജിക്ക് അറിയാതെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. സോ ഫസ്റ്റ് കുറച്ച് പോയിന്റ്സ് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും കാണുന്ന സാധനമാണ് ചാർട്ട്. പക്ഷേ ഈ ചാർട്ട് കണ്ട ഉടനെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഇൻഡിക്കേറ്റർ അവിടെ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂവിങ് ആവറേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സി പി ആർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം ട്രേഡ് ചെയ്യുന്ന സി പി ആർ വെച്ച് ട്രേഡ് ചെയ്യാത്ത ആരുമില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരെ കുറിച്ച്. പക്ഷേ റിയൽ ലൈഫിൽ നിങ്ങളുടെ ട്രേഡിങ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് വിചാരിച്ച പോലെ വർക്കാവില്ല. ഒന്നോ രണ്ടോ ട്രേഡ് ഡെഫിനറ്റ്ലി വർക്കാവും ഡെയിലി. ബട്ട് നമുക്ക് വേണ്ടത് എന്താ? ആസ് എ ട്രേഡർ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ആണ്, റൈറ്റ്? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പല സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അസിസ്റ്റൻ്റ് ആണ്, അല്ലാതെ എന്ത് ചെയ്യണമെന്ന് നമ്മളോട് പറയുന്ന കമാൻഡർ അല്ല ഇൻഡിക്കേറ്റർ. ആ കമാൻഡർ എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസാണ്. നമ്മൾ ഈ കാണുന്ന പ്രൈസാണ് ആ കമാൻഡർ എന്ന് പറയുന്നത്. ആ പ്രൈസിനെ വേണമെങ്കിൽ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ഒരു കാര്യം മാറി. ഇപ്പോൾ എല്ലാവരും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. മെക്കാനിക്കൽ ട്രേഡിങ്ങിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിസ്ക്രിഷണറി ട്രേഡിംഗ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈസി ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രൈസ് ആക്ഷനാണ്. കാരണം പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ഈ പ്രൈസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൈസിനെ കുറിച്ച് അവർ മറക്കും. നമ്മൾ ഈ കാണുന്ന പ്രൈസ് എന്താണെന്നുള്ളത് മറക്കും. പിന്നെ ആ പ്രൈസിനെ നമ്മൾ കാണുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്, റൈറ്റ്? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പല സമയത്തും ഇൻഡിക്കേറ്ററിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പ്രൈസിനെ കാണാൻ തുടങ്ങുന്നത്. ശരിക്കും അതല്ല റൈറ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 90% ഓഫ് ദ ആൾക്കാരും ലൂസ് ചെയ്യുന്നു, 10% ആൾക്കാർ മാത്രമേ പ്രോഫിറ്റബിൾ ആവുന്നുള്ളൂ എന്ന് പറയും. ഞാൻ നമ്മുടെ മെൻറ്റീസിനോട് എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ 90%നെ കുറയ്ക്കാനല്ല നോക്കേണ്ടത്. നമ്മൾ ഈ 90% ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 10%ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ ചെയ്യുന്നതിനും എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, ബട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം പല മെത്തേഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുൾസ് അതുപോലെ ബേഴ്സ്, അതായത് ബൈ ചെയ്യുന്ന ആൾക്കാരും സെല്ല് ചെയ്യുന്ന ആൾക്കാരും. ഡിമാൻഡിൻ്റെ മൊമെൻറ്റം കൂടുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും, സപ്ലൈയുടെ മൊമെൻറ്റം കൂടുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ബേസിക്, ഹൗ മാർക്കറ്റ് വർക്ക്സ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് തിങ്. സോ നമ്മളെ സംബന്ധിച്ച് ആസ് എ ട്രേഡർ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കാണുന്ന മൂവ്മെൻറ്റ്, ഇപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. ഈ കാണുന്ന മൂവ്മെൻ്റ് ഒന്നും നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെൻ്റ് അല്ല. ഇതൊക്കെ ബിഗ് മണീസ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആവാം, ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്, റൈറ്റ്? മോസ്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് DIE ആയിക്കോട്ടെ, FII ആയിക്കോട്ടെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും. നമ്മൾ ചെയ്യുന്ന എന്താണ്? നമുക്കൊന്നും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനില്ല. ഈ ടെക്നിക്കൽ അനാലിസിസ് പോലും ശരിക്കും വർക്കാവില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ടെക്നിക്കൽ അനാലിസിസ് വർക്കാവണമെങ്കിൽ അതിൻ്റെ മുമ്പേയുള്ള 80% സൈക്കോളജി വർക്കായാൽ മാത്രമേ ബാക്കി 20% ടെക്നിക്കൽ അനാലിസിസ് വർക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഡെയിലി കാണുന്ന ഒരേ ചാർട്ടാണ്. എനിക്കും അറിയാം ഇവിടെ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഇവിടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിലെ ഡിഫറൻ്റ് ആണ് ഒരു സക്സസ്ഫുൾ ട്രേഡറെ ഒരു ലോസിംഗ് ട്രേഡറെ തമ്മിൽ വേർതിരിക്കുന്നത്, റൈറ്റ്? സോ നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി ആ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ അതിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ തിങ് അല്ല. ഇതും കൂടി ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്. കാരണം സ്റ്റാൻഡ് അലോൺ തിങ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം ആഫ്റ്റർ ദ ഫാക്ട് മാർക്കറ്റിൽ ചാർട്ട് ക്രിയേറ്റഡ് ആയതിന് ശേഷം ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും നോക്കി ട്രേഡ് എടുക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷേ റിയൽ ലൈവ് മാർക്കറ്റിൽ ഇത് കുറച്ച് ടഫാണ്. അതുമാത്രമല്ല, ആ സാധനത്തിൻ്റെ കൂടെ നമ്മൾ ഈ സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഒന്ന്
എന്താ പറയേണ്ട ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, നമ്മളുടെ ഐക്കോണിക് പ്രോഗ്രാമിൽ നമ്മുടെ മെൻറ്റീസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലും എല്ലാ ട്രേഡ്സിൻ്റെയും സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഈ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്കറിയാം. മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്, ബുൾസ് ആർ ദെയർ, മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ, ബേഴ്സ് ആർ ദെയർ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്, റൈറ്റ്? സോ എല്ലാ മൂവ്മെൻറ്റിനും ഒരു സ്വിങ് ഉണ്ട്. നമുക്കറിയാം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ രീതിയിൽ സ്വിങ് ആക്കി പോകും, സൈഡ് വേസ് ആണെങ്കിൽ ഇങ്ങനെ ആക്കും, ഡൗൺ വാർഡ് ആണെങ്കിൽ ഈ രീതിയിലാക്കും. ഇതിനൊക്കെ സ്വിങ്സ് ഉണ്ട്, റൈറ്റ്? സ്വിങ്സ് ഏതാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഇതൊരു സ്വിങ് ആണ്, ഇതൊരു സ്വിങ് ആണ്. പലതരത്തിലുള്ള നമുക്ക് സ്വിങ്, ഈസി സ്വിങ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. നമ്മൾ ഇത് ഇവിടെ ഒരു ചെറിയ സ്വിങ് ഉണ്ട്, ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, ഒരുപാട് സ്വിങ്സ് അങ്ങനെ മാർക്കറ്റിലുണ്ട്. സോ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലെ ഓരോ സ്വിങ്ങിൻ്റെയും സ്ട്രെങ്ത് എത്രയാണ്, വീക്ക്നെസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഫീൽ എടുക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് 10 ക്യാൻഡിൽ നോക്കണം, 5 ക്യാൻഡിൽ നോക്കണം, 4 ക്യാൻഡിലിൻ്റെ അടിയിൽ മൂന്നാമത്തെ ക്യാൻഡിൽ വന്നാൽ നോക്കണം എന്നുള്ള ജാർഗൺസ് ഒന്നും ഇവിടെ ഇല്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവാൻ തുടങ്ങും. വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ തുടങ്ങും മാർക്കറ്റ്. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റില്ല. കാരണം ലൈവ് മാർക്കറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പറയാറുണ്ട്, ഡെഡ് റാബിറ്റിനെ, ചത്ത് കിടക്കുന്ന മുയലിനെ പിടിക്കാൻ ഈസിയാണ്, പക്ഷെ ഓടുന്നതിനെ പിടിക്കാൻ ഇമ്പോസിബിളാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം. അതുപോലെയാണ് മാർക്കറ്റും. നമുക്ക് ഓൾറെഡി കഴിഞ്ഞ മാർക്കറ്റിൽ ഞാൻ അവിടെ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയാൻ ഈസിയാണ്. ബട്ട് ലൈവ് മാർക്കറ്റിൽ എത്ര ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാൻ പറ്റും. സോ നമ്മൾ ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കുമ്പോൾ, സപ്പോസ് ഈ ഒരു ഡേ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് മൂവാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത്, റൈറ്റ്? അതിനുശേഷമുള്ള ഈ ഒരു മൂവിൻ്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്ട്രെങ്ത് ഉണ്ട്. ആർക്ക്? ബുൾസിന് ഇവിടെ ഒരു ചെറിയ സ്ട്രെങ്ത് ഉണ്ട്, ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് മാത്രമല്ല, ഞാനിതാണ് പറഞ്ഞത്, ഇത് വെച്ചൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അതിന് വേണ്ടി നമുക്ക് ബാക്കി പല കാര്യങ്ങളും, കോണ്ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ബേസിക് കാര്യം നമ്മൾ നോക്കുക. കാരണം ഇതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ട്രെങ്ത്, ഈ ഒരു സ്ട്രെങ്തിന് ശേഷം നമുക്ക് കാണാം ബേഴ്സ് എന്താണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു സ്ട്രെങ്ത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു കംപ്ലീറ്റ് വീക്ക്നെസ് ആണ് ഇവിടെ നമുക്ക് ബേഴ്സിന് കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു പോയിന്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ബുൾസ് ആർ ഇൻ കൺട്രോൾ. ഡെഫിനറ്റ്ലി ബുൾസ് ആർ ഇൻ കൺട്രോൾ. പ്രത്യേകിച്ച് ഇവിടെ ഒരു നല്ലൊരു ലെവലുണ്ട്, ആ ലെവലൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ബുൾസ് ആർ ഇൻ കൺട്രോൾ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മളിവിടെ എന്താ കണ്ടത്? ബുൾസ് സ്ട്രോങ് ആയിരുന്നു, ബേഴ്സ് വീക്കാണ്. സോ നമ്മൾ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ബുൾസ് അല്ലേ സ്ട്രോങ്. സോ ദേ ക്യാൻ, സ്പെഷ്യലി അവരുടെ ഏരിയ ആണ് ഇത്, റൈറ്റ്? ഈ ഒരു ലെവലിൻ്റെ മുകളിൽ അവരുടെ ഏരിയ ആണ്. സോ അവർക്കത് മുകളിലേക്ക് എടുക്കാൻ പറ്റണം. ബുൾസ് ആർ ട്രൈയിങ്, ലോങ്സ് ആർ ട്രൈയിങ്, ബട്ട് ഫെയിലിംഗ്. എന്തുകൊണ്ടാണ്? ഈ ഒരു സ്ട്രെങ്തിൻ്റെ, ആദ്യം കാണിച്ച സ്ട്രെങ്തിൻ്റെ പകുതി പോലും ഇവിടെ ഇല്ല. മാർക്കറ്റ് അതിന് മുമ്പ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ബുൾസ് സ്ട്രോങ് ആയിരുന്നു, ബേഴ്സ് വീക്ക് ആയിരുന്നു. ബട്ട് വി എക്സ്പെക്റ്റഡ് ബുൾസ് വീണ്ടും സ്ട്രോങ് ആണെന്ന് വിചാരിച്ചാൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മൂവ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം സംഭവിച്ചില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യം എന്താ? മോസ്റ്റ്ലി ബേഴ്സ് അവരുടെ സ്ട്രെങ്ത് കാണിക്കും, റൈറ്റ്? സോ അങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ താഴേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ട്രേഡിംഗ് സെറ്റപ്പ് അല്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഈ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് പോയി ചാർട്ടിൽ നോക്കി പുതിയ ട്രേഡ് നാളെ ഒന്ന് മൺഡേ ഒന്ന് ആയി കിട്ടിയിട്ട് വേണം ഈ ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് തോന്നും. ബട്ട് ലൈവ് മാർക്കറ്റിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും വായിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ വീണ്ടും മാർക്കറ്റ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബേഴ്സ്, ബുൾസ് വീക്കായിരുന്നു, ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ബുൾസ് വീക്കായിരുന്നു. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? നിങ്ങൾ തന്നെ പറയൂ. ബേഴ്സ് സ്ട്രോങ് ആണ്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഈ ഒരു ഏരിയയിൽ ബുൾസ് അഗെയിൻ വീക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഓൾറെഡി ഡോമിനൻ്റ് ആയിട്ടുള്ളത് ബേഴ്സ് ആണ്, റൈറ്റ്? വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരികയാണ്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന സ്ട്രെങ്ത്, റൈറ്റ്? ഇറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ. ഈ ഒരു മെത്തേഡ്, ഇതിന് പല വകഭേദങ്ങളുണ്ട്. കാരണം ഇപ്പം ഇന്ന് ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ 9th ഡിസംബർ ഫ്രൈഡേ ചാർട്ടിൽ കാണിച്ച പോലെ ആയിരിക്കില്ല 8th ഡിസംബർ ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കില്ല 7th ഉണ്ടാവുക. കാരണം ഓരോ ദിവസവും മാർക്കറ്റ് പലതരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു 6 മാസത്തെങ്കിലും അല്ലെങ്കിൽ ഒരു വർഷത്തെങ്കിലും ചാർട്ടിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്യാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്
അഡ്വാൻറ്റേജ് ഉണ്ടാവും. സി, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലോകത്തെവിടെയും പൈസ എന്ന് പറയുന്നത് ഫ്രീ അല്ല. ഏറ്റവും വേഗത്തിൽ പൈസയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിരിക്കും. അല്ലാതെ ഏറ്റവും ഈസി ആയിട്ട് ഇവിടെ പൈസയാക്കുക എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, സോ ഇത് പ്രീവിയസ് ഡേ 8th നിഫ്റ്റി ബാങ്കാണ്. നിഫ്റ്റി ബാങ്കിന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മുടെ ടോട്ടൽ 1 മന്ത് ലൈവ് ട്രേഡിങ്ങിൽ കഴിഞ്ഞ 3 ആഴ്ച നമ്മളുടെ മെൻറ്റീസുമായിട്ട് ലൈവ് ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ ട്രേഡും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ട്രേഡ്സും നമ്മളവിടെ ഓൾറെഡി ഈ ഒരു കാര്യം വെച്ച് പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ കൂട്ടി നമ്മളൊരു ഒരു മെത്തേഡ്, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് വീക്സിൽ 1-2 കുറച്ച് ലോങ്ങർ വീഡിയോസ് അത് നമ്മളുടെ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കോഴ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ലൈവ് എക്സാമ്പിൾസ് വെച്ചിട്ട് അത് എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കോഴ്സ് ഫ്രീ ആണ്. നമ്മളുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ അടുത്ത കമ്മിങ് വീക്സിൽ ഈ വീഡിയോയുടെ കൂടെ 1-2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ അവിടെ ആഡ് ചെയ്യും. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. കുറച്ചുകൂടി നിങ്ങൾക്ക് അതിലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇതെങ്ങനെയാണ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടി ചാർട്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ വരും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡേ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇതെന്താ നിങ്ങൾക്ക് കാണുന്നത്? ബുൾസ് ആർ സ്ട്രോങ് ഓർ വീക്ക്? സ്ട്രോങ്, റൈറ്റ്? ഇതെന്താ? ബേഴ്സ് ആണ്, പക്ഷെ എന്താ അവർ? ഡെഫിനറ്റ്ലി വീക്കാണ്, റൈറ്റ്? ഇവിടെ ബുൾസ് സ്ട്രോങ് ആണ്, ഇവിടെ ബേഴ്സ് വീക്കാണ്. ഇവിടെ നമ്മൾ കാണുന്നതാ, ബുൾസ് വീണ്ടും സ്ട്രോങ് ആണ്, ബട്ട് ഡെഫിനറ്റ്ലി ആ ഫസ്റ്റ് സ്ട്രെങ്തിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇല്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ബുൾസ് സ്ട്രോങ് തന്നെയാണ്. ഇനി നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ബേഴ്സ് സ്ട്രോങ് അല്ലെങ്കിൽ ബേഴ്സ് വീക്ക് ആണെങ്കിൽ ആ ബുൾസിന് വീണ്ടും ഒരു ആധിപത്യം അവിടെ ഇല്ലേ, റൈറ്റ്? ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താ? എഗെയിൻ ബേഴ്സ് വീക്കാണ്, ബുൾസ് സ്ട്രോങ് ആണ്. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ്, ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് ഒരാൾ ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. 100% ഞാൻ നിങ്ങൾക്ക് പറയാം, ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഒരു എന്താ പറയണ്ടേ വ്യൂ തന്നെ ഡെഫിനറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ ഡെഫിനറ്റ്ലി പ്ലീസ് നിങ്ങളിത് ഷെയർ ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 7th ഡിസംബർ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പണായി. മാർക്കറ്റ് ഈസ് റിലേറ്റീവ്ലി സ്ട്രോങ്. ഓക്കെ, മാർക്കറ്റ് സൈഡ് വേസ്, കുറച്ച് സൈഡ് വേസ് ആണ്. ഈ ബേഴ്സ് 100% സ്ട്രോങ് ആണ്, റൈറ്റ്? സോ അതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? മാർക്കറ്റ് ടു കണ്ടിന്യൂ ഡൗൺ, അല്ലേ? മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോകണം. പക്ഷേ ഇവിടെ അഗെയിൻ നമുക്ക് കാണാം, ബുൾസ് സ്ട്രോങ് അല്ല, വീക്കാണ്. പക്ഷേ ബേഴ്സും വീക്കാണ്. ബുൾസ് സ്ലോലി ഒരു പവർ ഉണ്ട്, ബേഴ്സിന് വീക്ക്നെസ് ഉണ്ട്. ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾക്ക് സ്ലോലി അതിൻ്റെ ഒരു ഹാങ് കിട്ടുന്നുണ്ടാവും. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ നിങ്ങൾ കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി മാറും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷേ ഓരോ ദിവസം ഓരോ തരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങളൊരു സ്ട്രെങ്ത് വീക്ക്നെസ് നിങ്ങൾക്ക് പല സമയത്ത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളോട് ചോദിച്ചിട്ട് ഇവിടെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ദ ഫാക്ട് നമുക്ക് പറയാൻ പറ്റും, മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ആയിരുന്നു പറയാൻ പറ്റും. പക്ഷേ റിയൽ ടൈമിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് അവിടെ കണ്ടേ പറ്റൂ, ഒരു വീക്ക്നെസ് കണ്ടേ പറ്റൂ. മാർക്കറ്റിൽ എല്ലാ സമയത്തും സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 80 to 90% ഓഫ് ദ ടൈം മാർക്കറ്റിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു എക്സാമ്പിളോട് പറയാം. ഈ ഒരു ഡൗൺ മൂവ് സ്ട്രോങ് ആണ്. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ? ഒരു കണ്ടിന്യൂഷൻ ആണ്. പക്ഷേ അതിന് നമുക്ക് വേണ്ട എന്താ? ഒരു വീക്ക് ബുൾസ് അല്ലേ വേണ്ടത്. ബട്ട് ഇത് വീക്കാണ്. നോ, ബട്ട് ഇതെന്താ? ഇത് വീക്കല്ലേ? ഇതെന്താ? ഇത് ബേഴ്സ് അല്ലേ?
മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഹാങ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങൾ എന്ത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. ദാറ്റ്സ് അപ് ടു യു. ഞാൻ പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഐക്കോണിക് മെൻറ്റീസിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യരുത്. ബിക്കോസ് യൂസ് ചെയ്യാതെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറയാം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാൾ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് വലിയ ഇഷ്യൂ വരില്ല. കാരണം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ പ്രൈസും അതിനുശേഷം ഇൻഡിക്കേറ്ററുമാണ്. ബട്ട് ആസ് എ ബിഗിനർ ഞാനിത് അനുഭവിച്ച കാര്യമാണ്, ഞാനിത് ചെയ്ത കാര്യമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്യാത്ത സംഭവങ്ങൾ മാർക്കറ്റിലില്ല. കാരണം ഓരോ സംഭവം ഫെയിൽ ആകുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് അടുത്ത സംഭവത്തിൽ എനിക്ക് പൈസ കിട്ടും. അപ്പോൾ അതിലെന്തെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇതിപ്പം കാണുന്ന പോലെ വളരെ ഈസിയാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ പല സമയത്ത് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം, സാറ്റർഡേ സൺഡേ എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. മൺഡേ ആകുമ്പോൾ ഞാൻ ഇത്ര പൈസ ഉണ്ടാക്കും, ട്യൂസ്ഡേ ഇത്ര പൈസ ഉണ്ടാക്കും. ബിക്കോസ് ആ സാധനങ്ങൾ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ റിയൽ മാർക്കറ്റിൽ വർക്ക് ആവുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല ഈ സംഭവങ്ങൾ. അങ്ങനെയാണ് ഞാൻ സ്ലോലി എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഒഴിവാക്കാൻ തുടങ്ങിയത്. കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇത് കുറേ കാലം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് നമുക്കിത് പറയാനല്ലേ പറ്റും. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ മെൻറ്റീസിനോട് എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് നമ്മളൊരു ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. പക്ഷേ എല്ലാവരുടെ അടുത്ത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. അത് നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്ന, ഇങ്ങനെ ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ദാറ്റ്സ് ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പാർട്ട്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു പാർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മൺഡേ മുതലുള്ള മാർക്കറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹെഡ് സ്റ്റാർട്ട് കോഴ്സിൽ ഇതിനെക്കുറിച്ചുള്ള കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യും വിത്ത് സം ചാർട്ട് എക്സാമ്പിൾസ്. സോ അതിൻ്റെ കൂടെ ട്രേഡിംഗ് ജേണൽ നിങ്ങൾ പല ആൾക്കാരും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് കാര്യമില്ല, റൈറ്റ്? ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ വെബ്സൈറ്റിൽ അത് ലിങ്ക് ഇട്ടതിന് ശേഷം തന്നെ എനിക്ക് വന്ന് ഏതാണ്ട് 3500 ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്തു. പക്ഷേ അതിൽ എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും? യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്ത് നിങ്ങൾ ചാർട്ടിൻ്റെ ഓരോ ദിവസം ട്രേഡ് ചെയ്യുന്ന ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് അതിലെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡർ ആവാൻ പറ്റൂ. അതൊരു ഈസി പാത്തല്ല, ബട്ട് ഒരിക്കലും നിങ്ങൾ ആ പാത്ത് നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ വണ്ടർഫുൾ തിങ്സ്. സോ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.